ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ടോ, അതോ എത്ര സമയം ഏകദേശം ഒരുപാട് ടൈം എടുക്കുന്ന ഒരു എനർജി ആണോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗും അതുപോലെ തന്നെ ജനറൽ റീഡിംഗും കൂടിയാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ കൂടുതലായിട്ട് നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഒന്നായി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോറോ, സ്ലോയിങ് ഡൗൺ, പാർട്ടിസിപ്പേഷൻ, past leaves, turning in, change, the miser, exhaustion, clinging to the past, politics, the creator, intensity, aloneness, mind, receptivity. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്ന ദ ലവേഴ്സ് എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് എന്ന് പറയാൻ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കണം. കാരണം അത്രത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല കാലം വരണം, ഇവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം മുന്നോട്ടേക്ക് പോകാതെ ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ ഇവിടെ സോറോയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവലാണ്. ആ ഒരു എനർജി ലെവലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ സോറോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ തീർത്തും ഒറ്റക്കാണ് നിൽക്കുന്നത്. ഇവരുടെ കൂടെ ആരും തന്നെ ഇല്ല. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് വളരെയധികം ആക്റ്റീവായിട്ട് നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. പൊളിറ്റിക്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും ഇവരത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ ഇവരെ കുറിച്ച് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയായിരിക്കും അവർ നിൽക്കുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് അവർ അവിടെ നിന്നും സ്ലോയിങ് ഡൗൺ ആണ്, പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് അവിടെ ഒരു രീതിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നില്ല. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഒത്തിരി പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരുപാട് ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ട്, പക്ഷെ യാതൊരു രീതിയിലും ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെ കാണാം. എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗുണവും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അവർ എന്താണോ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇതേ സെയിം കാര്യം അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എനർജിയാണ്. നിങ്ങൾ എത്രത്തോളം സ്നേഹം കൊടുത്തിട്ടും അതിന് യാതൊരുവിധ വാല്യൂവും ഇവർ കൽപ്പിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് സ്നേഹം കൊടുത്തിട്ടും കെയർ ചെയ്യാൻ നോക്കിയിട്ടും ആ ഒരു തേർഡ് പാർട്ടിക്ക് ഇവർ ഒരു വിലയും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പാസ്റ്റ് ലീവ്സ് ആൻഡ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് ആണ്. രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. ഇവരുടെ മനസ്സ് മുഴുവൻ പാസ്റ്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ ഉടക്കി നിൽക്കുന്ന അവസ്ഥ. ഇവർ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ചിന്തകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഖം ആരെയും കാണിക്കുന്നില്ല, മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മുഖം ആരും കാണരുത്, പൊളിറ്റിക്സ് ആണ്. ഇവരുടെ ഈ ഒറിജിനൽ മുഖം മറച്ചു വെച്ചിട്ട് അവിടെ ഒരു മുഖം മൂടി അണിഞ്ഞിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു
ഫേസ് മാസ്ക് ധരിച്ചിട്ട് നിൽക്കുന്ന എനർജിയാണ്. ആരും തന്നെ അറിയരുത് അല്ലെങ്കിൽ താൻ വേദനിക്കുന്നത് കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഇവര്. എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ടേൺ ചെയ്ത് പോരണം, അവിടെ നിന്ന് മാറി പോരണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ഫിസിക്കലി മാത്രം, ഫിസിക്കലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന എനർജി ആയിരിക്കാം, പെട്ടെന്ന് സഡൻ ആയിട്ട് അവിടെ നിന്ന് പോരാൻ പറ്റാത്ത വ്യക്തികളായിരിക്കാം, പല പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം പോയി പെട്ട് നിൽക്കുന്ന എനർജി ആയിരിക്കാം. അപ്പൊ അവിടെ നിന്ന് ഇവർ മാറി പോരണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു റീസൺസ് ഉണ്ടാക്കിയിട്ട് വേണം പോരാൻ. ആ ഒരു റീസൺസ് കാര്യങ്ങളെല്ലാം ഇവരിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു പിശുക്കനായ വ്യക്തിയായിരിക്കും. പിശുക്കനായ വ്യക്തി എന്ന് പറയുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഇവർക്ക് ഭയങ്കര പിശുക്കായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ അതേ പിശുക്ക് ഇവർ ഈ ഒരു പേഴ്സണിൽ നിന്ന് അനുഭവിക്കുകയാണ്. അങ്ങനെ മറ്റൊരാൾ അവരുടെ അടുത്ത് പെരുമാറാൻ തുടങ്ങിയപ്പോഴാണ് എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളതും അല്ലെങ്കിൽ സ്നേഹത്തിന്റെ യഥാർത്ഥ വാല്യൂ, ആ ഇന്റൻസിറ്റി, ആ ഒരു തീവ്രത എത്രത്തോളമാണ് എന്നുള്ളതും ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപാട് ടയേർഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മെന്റൽ വൈസ് ആണെന്നുണ്ടെങ്കിലും മൈൻഡ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും ടയേർഡ് ആണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ. ജീവിതത്തിൽ തോറ്റുപോയല്ലോ എന്ന് ചിന്തിക്കുകയാണ്. കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. എടുത്ത തീരുമാനം തെറ്റിപ്പോയി, എന്താണ് ഇതിൽ നിന്ന് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര വഴക്കോ പ്രശ്നങ്ങളോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ മനസ്സുകൾ തമ്മിൽ യാതൊരു രീതിയിലും ചേരുന്നില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ചേർച്ച അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കെയറിങ് കിട്ടുമെന്ന് കരുതിയാണ് പോയത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചു ചെന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ഇവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ മറ്റെന്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. മാത്രമല്ല ഒരുതരം ബോസിങ് ക്യാരക്ടർ ആണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുടെയും വാക്കുകൾ കേട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല ഇവര്. നിങ്ങളെ തന്നെ ഇവർ ഭരിപ്പിച്ചുകൊണ്ടായിരുന്നായിരിക്കാം നിന്നിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇവര് മറ്റൊരാളുടെ ഭരണത്തിന് കീഴടങ്ങി ഒരിക്കലും ഇവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. ഭരണത്തിന് കീഴടങ്ങി എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിന് ഒരു സന്തോഷം ഇവർക്ക് ലഭിക്കുന്നില്ല. എപ്പോഴും ഒരുതരം മെഡിറ്റേഷൻ അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, എലോൺനെസ് ആണ്. ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയല്ലോ. നമുക്കിവിടെ ഒരുപാട് റിപ്പീറ്റേഷൻ കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ക്രിയേറ്റർ വന്നിട്ടുണ്ട്, എലോൺനെസ് വന്നിട്ടുണ്ട്, സോറോ വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഏകനാണ് അല്ലെങ്കിൽ ഏകയാണ്. ആരും കൂടെയില്ല. കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥ. തീർത്തും ഒറ്റപ്പെട്ട ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നു, ഒരുപാട് വേദനിക്കുന്നു, അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. അതുപോലെ തന്നെ പാസ്റ്റ് ലീവ്സ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എല്ലാ രീതിക്കും മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രം ഉടക്കി നിൽക്കുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഈ ഒരു ടൈമിൽ വളരെയധികം പ്രണയം, സ്നേഹം ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം മാറാനായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് അവരെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കൊണ്ടുപോവുകയാണ്. ഒരു ഹീലിംഗ് ആണ് അവരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഹീൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ അനുഗ്രഹത്തിന്റെയും ഭാഗമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തേണ്ടവരാണ്. അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ അവരായിട്ട് തന്നെ ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ ഇനിയൊരു സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്തും ആ ഒരു ബോണ്ടിങ്ങും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇവരോട് സംസാരിച്ച് അവരെ വലിച്ചഴിച്ചുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിലനിൽപ്പായിട്ടുള്ള ഒരു ബന്ധം ആയിരിക്കില്ല. എന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും വെറുത്ത് അല്ലെങ്കിലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ട് വരുന്ന വ്യക്തികളാണ്. അവരെ തന്നെ സ്വയം ഹീൽ ചെയ്യിച്ചിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്തും മനസ്സിലാക്കി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തന്നെയാണ് ഇവർ ആ ഒരു ചേഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് ഇനി പരിഗണിക്കാം. നിങ്ങൾക്കൊരു ഭയമൊക്കെ നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ മനസ്സുകൊണ്ട് സ്വയം മാറി തന്നെയാണ് വരുന്നത്. ഇവരും സ്വയം മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് യൂണിവേഴ്സ് ഇവരിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് കൊടുക്കുന്നു, ചേഞ്ച് ആവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട്. ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. എല്ലാ രീതിക്കും സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ സ്വന്തം സന്തോഷം എന്നുള്ളൊരവസ്ഥ. സ്വന്തം സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോയിരിക്കുന്നത് മാത്രമല്ല, ഇവർക്ക് ഇവരുടെ സന്തോഷം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ ജീവിതം പോലും കൈവിട്ടു പോയിരിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിലും ഒരുതരം കോമാളിയായി നിൽക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്
ഒരു കമ്മിറ്റ്മെന്റോട് കൂടി എല്ലാവരും അറിയുന്ന ഒരു ബന്ധമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇവർ ആ പോയ സമയത്ത് വലിയ തലയെടുപ്പോട് കൂടി നിങ്ങളുടെ കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് എന്നുണ്ടെങ്കിൽ, ഇപ്പോ അവിടെ നിന്നും ഈ ഒരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ ഈ ഒരു വേദന നേരിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഫേസ് കാണിക്കാനുള്ള മടി, അതുകൊണ്ട് തന്നെ മുഖത്തിന് പകരം ഒരു കോമാളി വേഷം അല്ലെങ്കിൽ ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് പതിയെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിലേക്ക് മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഹീലിംഗിലൂടെ പോകുന്നതുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് ഇവർ സംഭവിക്കുന്നുണ്ട്. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. വരുന്ന കാര്യങ്ങൾ വരട്ടെ, വരുന്ന പോലെ എന്ത് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാഠ്യം, ഒരു നിർബന്ധ ബുദ്ധി, എല്ലാം ഒരു ടൈം ടേബിളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടറേ മാറിപ്പോയിരിക്കുന്നു ഈ ഒരു സമയത്ത്. എന്തായാലും കുഴപ്പമില്ല, എല്ലാം ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മനസ്സാണ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ മനസ്സും തകർന്നു, സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആരോടും ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിൽക്കാനോ ഒന്നും തന്നെ ഇവർക്ക് കഴിയുന്നില്ല. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് ആങ്സൈറ്റി, ഒരുപാട് ചിന്തകൾ കാട് കയറി നിൽക്കുന്ന ഒരവസ്ഥ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു പച്ച പിടിക്കണം, ഒരു പച്ചപ്പിലേക്ക് എത്തണം, ഈ ഒരു വരണ്ട അവസ്ഥയിൽ നിന്നും മാറ്റം വേണം എന്നുള്ള ആഗ്രഹവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ ഇന്നർ വോയിസ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എത്തണം എന്നുള്ള രീതിക്കാണ്. മനസ്സുകൊണ്ട് അവരതൊരു തയ്യാറെടുത്ത് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അവരിപ്പോ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് രീതിയിലാണോ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു വിള്ളലുകളെ എല്ലാം തന്നെ ഇവരായിട്ട് തന്നെ പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആക്കാനായിട്ട്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഭാഗം ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ശരിയാക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത്രത്തോളം ഒരു പെയിൻഫുൾ, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ പറയേണ്ടത് മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. മാനസികപരമായിട്ട് തകർന്നിരിക്കുന്നു, മനസ്സാണ് വേദനിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആണ്. കംപ്ലീറ്റ്ലി തോട്ട്സ് എല്ലാം നെഗറ്റിവിറ്റിയിലാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതിന് രക്ഷപ്പെടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ തന്റെ ജീവിതം പോയോ, എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടോ എന്നുള്ള രീതിക്ക് വരുന്നത് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു രീതിയിലാണ് ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ലോ എനർജിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ റീഡിംഗ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ലെവൽ എന്ന് പറയുന്നത് ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളുടെയാണ് നമുക്ക് റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹൈ എനർജിയിൽ ഇപ്പോഴും തേർഡ് പാർട്ടിയായിട്ട് സ്ട്രോങ് ഒരു ബോണ്ടിങ്ങിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകണം എന്നില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ കൺമുന്നിൽ കാണുന്നത് മാത്രമല്ല സത്യങ്ങൾ, അതിന്റെ അപ്പുറത്ത് സത്യങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നമ്മളുടെ മുമ്പിൽ നന്മ നിറഞ്ഞ മുഖത്തോടു കൂടി അല്ല നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ അതാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നുള്ള രീതിക്ക് മറ്റൊരു മുഖമണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന അവസ്ഥ. ചിലപ്പോൾ നിങ്ങളെ കാണിക്കാനും കൂടി ആയിരിക്കും ഇവർ ഈ രീതിക്ക് നിൽക്കുന്നത്. കാരണം അവരുടെ ഒരു ജാള്യത, നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു നാണക്കേട്, വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവരെ തിരിച്ച് പറഞ്ഞയക്കുമോ, നിങ്ങളായിട്ട് അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഒരു ഭയം ഇവരിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ വേണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവരുടെ തോട്ട്സും മൈൻഡും ഒക്കെ നിൽക്കുന്നതും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി ലെവൽ കാണിച്ചിരിക്കുന്നതും. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അവരുടെ മൈൻഡ് ഈ ഒരു രീതിക്കാണ്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തുമോ, അത് ഇവരുടെ എനർജിയിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസോ മാറ്റങ്ങളോ ഒക്കെ സംഭവിക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ടാരോ കാർഡ്സ് തന്നെ നോക്കാം ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി. 9 of Cups, Ace of Pentacles, 2 of Cups, 4 of Wands, Eight of Swords, King of Swords, Page of Swords, Ace of Cups, King of Cups, the Chariot, Eight of Wands, 2 of Pentacles, 7 of Pentacles, the Hierophant, 8 of Cups.
ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ടവർ എനർജി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താറായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മയാണ് വന്നിരിക്കുന്നത്. വലിയ രീതിക്ക് ഒരു തിരിച്ചടി ഇവരിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. ഇവർ എവിടെയൊക്കെ കറങ്ങി നിന്ന് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇവർ എത്രത്തോളം അകലെ നിങ്ങളെ വേദനിപ്പിച്ച് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഇവരെ കാലം തന്നെ എത്തിക്കുക തന്നെ ചെയ്യും. ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പേഴ്സണെ ഉടനെ തന്നെ എത്തിക്കാനായിട്ട് പോവുകയാണ്. ഇമോഷൻസ് ഒക്കെ ഇവർ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ഇവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു മറ്റൊരു മുഖമണിഞ്ഞാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത്. എല്ലാ ഇമോഷൻസിനെയും ചാരിയറ്റും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോൾസും. രണ്ടിനും നമുക്ക് ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. എല്ലാ ഇമോഷൻസും സ്വയം നിയന്ത്രിച്ച് വെച്ചിട്ട് ചിന്തിച്ചു കൂട്ടി നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വന്നിട്ട് നാണം കെട്ട് പോകുമോ, അല്ലെങ്കിൽ ഇവരുടെ വില പോകുമോ, നിങ്ങൾ അറിയാതെ മാക്സിമം പിടിച്ചു നിൽക്കണം എന്നുള്ളതൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ഉടനെ തന്നെ അവരെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ആഘോഷത്തിലേക്ക് പോകുന്നു, നിങ്ങളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇവർ നിങ്ങളിലേക്ക് വരാത്തതിന്റെ കാരണം ഒരിക്കലും നിങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. ഇവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ആ ഒരു ഭയവും അതുപോലെ ആ ഒരു നാണക്കേടും അതുപോലെ അവർ അനുഭവിക്കുന്ന ആ ഒരു പെയിനും എല്ലാം നിങ്ങൾ ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിലയിരുത്തുക എന്നുള്ള ഒരു ചിന്ത മൂലമാണ് ഇവർ വരാത്തത്. പക്ഷെ മനസ്സുകൊണ്ട് അവർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിൽ ഒരു ഉയർച്ച വേണം, ഒരു കറേജ് കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും തളിർത്ത് പൂത്ത് എല്ലാ രീതിക്കും ഉയർച്ചകളിലേക്ക് എത്തിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇവര്. ഏസ് ഓഫ് കപ്സും അതുപോലെ തന്നെ ടു ഓഫ് കപ്സും വന്നിരിക്കുന്നത്. വൈകാരികപരമായിട്ടുള്ള ആ ഒരു സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്ന സമയമാണത്. എന്ന് വെച്ചാൽ അവർ ഇതുവരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പിശുക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കാം സ്നേഹം തരുന്ന കാര്യത്തില്, എല്ലാ രീതിക്കും നിങ്ങളെ ഭരിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി അവരുടെ ചിന്താഗതികളെ എല്ലാം കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുന്നു. യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് വലിയ ഒരു തിരിച്ചറിവോട് കൂടി അവരിപ്പോ പഠിച്ചിരിക്കുകയാണ്. ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊള്ളുന്ന വേദനയിൽ നിന്നും ഉടനെ തന്നെ ഒരു യാത്രയുമായിട്ട് അവർ വരുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എയ്റ്റ് ഓഫ് wands വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഫാസ്റ്റ് എനർജിയാണ്, ഇൻഫർമേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഉടനെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കോൺടാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം അവർ നിയന്ത്രിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊരു പരിധി കൂടുതൽ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളിലേക്ക് എത്തേണ്ട വ്യക്തികളാണ് ഇവര്. കാലം അവരെ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എത്തിക്കും. കാരണം നിങ്ങൾ അതിന് അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം, അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കാം. 4 of wands വന്നിട്ടുണ്ട്, കമ്മിറ്റ്മെന്റ് കാർഡാണ്, സെലിബ്രേഷൻ കാർഡാണ്. മാരേജിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരാനായിട്ട് പോവുകയാണ്. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോവുകയാണ്. അതും നല്ല മനസ്സോടുകൂടി തന്നെ വരുന്ന ഒരു വ്യക്തിയാണ് അവര്. നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് എഗെയിൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ പോകുന്നു. 2 of cups ആണ്. നിങ്ങളുടെ കൈകളിൽ ചേർത്ത് പിടിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് അവര് പോലും അറിയാതെ അവരുടെ മനസ്സ് മാറിപ്പോവുകയാണ് അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്. പുതിയൊരു തുടക്കവുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു. ഇതുവരെ നിങ്ങൾ പൊരുതി നേടിയ വിജയത്തിന്റെ അവസാനമാണത് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി പൊരുതിയ വ്യക്തികളായിരിക്കാം. ശാരീരികമായിട്ടും നിങ്ങൾ പൊരുതിയിട്ടുണ്ടായിരിക്കാം, മാനസികപരമായിട്ടും പൊരുതിയിട്ടുണ്ടായിരിക്കാം. മാനസികപരമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് വേദനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിക്കും മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൈവിട്ട് പോകാതെ അത്രയും നിയന്ത്രിച്ച് നിങ്ങൾ വന്ന ഒരു വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു വിജയം ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു നിമിഷമാണിത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെ ഭാരമാണ് എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു വ്യക്തി തന്നെ ഇവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളത് ഇവരുടെ വായ കൊണ്ട് തന്നെ പറയാനായിട്ട് പോവാണ്. മുന്നിൽ വരുന്ന തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നത്
അത്ര നിസ്സാരമായിരിക്കില്ല ചിലവരെ സംബന്ധിച്ചിടത്തോളം. തേർഡ് പാർട്ടിയിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം, അവിടെ എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് നൽകിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ മനസ്സിപ്പോ എന്ത് വന്നാലും വരട്ടെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്, വരുന്ന സംഭവം വരട്ടെ, ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. വളരെയധികം സൈലന്റ് ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും നിങ്ങളുടെ ഒരു ഓർമ്മ തന്നെയാണ് ഇവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊരു സന്തോഷം, ഒരു ഹോപ്പ് ഇവരുടെ ലൈഫിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും, എത്ര ഫൈറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വിജയം കൊണ്ടുവരികയും ചെയ്യും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്ലവറിംഗ് നടത്തുകയും ചെയ്യും. ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും മനോഹരമാക്കുക. കാരണം രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ടു ഓഫ് പെന്റക്കിൾസ് ആണ്, രണ്ട് രീതിക്കും കമ്പയർ ചെയ്ത് അവർ നോക്കുന്നുണ്ട്. ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിന്ന വ്യക്തികളാണ് ഇവര്. എന്നാൽ ഇപ്പൊ ഇവർ രണ്ട് പേഴ്സൺസിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സമാധാനം നൽകുന്ന വ്യക്തിയുമായിട്ടും അവർ നിങ്ങളെയാണ് കാണുന്നത്. സ്വയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട് സ്വയം ആർത്ത് ചിരിക്കുന്ന ഒരു അവസ്ഥ, ഒരുതരം മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, മൈൻഡ് കംപ്ലീറ്റ്ലി ഡൗൺ ആണ് ഇവരുടെ, നെഗറ്റിവിറ്റി ആണ് മൈൻഡിൽ ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ കൂടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരുതരം സമനില തെറ്റി നിൽക്കുന്ന എനർജിയിലാണ് അവര്. അവർ കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവരുടെ സമനില കൂടുതലായിട്ട് തെറ്റുന്നത്. എന്ന് വെച്ചാൽ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ സ്വന്തം സന്തോഷം പോലും. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിനെ മാത്രമല്ല, സ്വന്തം സന്തോഷത്തിനെ കൂടിയാണല്ലോ അതോടൊപ്പം നശിപ്പിച്ച് കളഞ്ഞത്. ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണോ താൻ തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിൽ നിഴലിച്ചു വരുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ ആയതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മമായിട്ട് തന്നെ അതിനെ വീണ്ടും നന്നാക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം ഇവർക്ക് ഒരുപാട് മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും കൂടുതലായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അനുഭവ പാഠം തന്നെയാണ്. ഇവർ പഠിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതമാകുന്ന പാഠം ഇവരെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇവരിലേക്ക്. അതുകൊണ്ടാണ് മറ്റൊരു മുഖം അണിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളിലേക്കെങ്കിലും പാസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ആ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഇവർ വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്ന ഒരു ഇവരുടെ ഹോപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം ഒരിക്കലും ഇവരിൽ നിന്ന് വിട്ടു പോകില്ല എന്നുള്ളത് തന്നെയായിരിക്കണം. നിങ്ങൾ അത്രത്തോളം സ്നേഹവും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ശുദ്ധമായ മനസ്സാണ്. അല്ലെങ്കിൽ ഇവരെ ചീറ്റ് ചെയ്തതുപോലെ ഒരിക്കലും നിങ്ങൾ ചീറ്റ് ചെയ്യില്ല എന്നുള്ള ഇവരുടെ വിശ്വാസം. ഇവർക്ക് സ്വയം തന്നെ അറിയാം ഇവർ ചീറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് ഇവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവർക്ക് അറിയാം. പക്ഷെ ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേദന ഉണ്ടാവുന്നത്. ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളത് ഒരു സൈഡിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇവർ ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ അത്രയും ഒരു വിഡ്ഢിയായി പോയല്ലോ താൻ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളാണ്. മനസ്സ് പൂർണ്ണമായിട്ടും ഒരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ. അത് ഏത് രീതിയിലാണ് ആ ഒരു ഗൈഡൻസ് വേണ്ടതെന്ന് ആഗ്രഹിച്ചിട്ട് അവർ സ്വയം ഒരു മെഡിറ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്, ഒരു ഹീലിംഗിലേക്ക് പോയിരിക്കുകയാണ്. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളെയും ഇവർക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വയം ഒരു മെഡിറ്റേഷൻ പീരീഡിലേക്ക് പോയിട്ട് മനസ്സിനെ എല്ലാം പൂർണ്ണമായിട്ടും ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിലൂടെ ഒരു സോഴ്സ് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇവർ ഇങ്ങനെ വരാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ കർമ്മ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എടുത്ത രീതിയിൽ തന്നെ നമ്മൾ നോക്കിയത് ഇവര് നിങ്ങളിലേക്ക് എത്താൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഇവര് നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എത്രത്തോളം ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പിടിച്ചു എന്ന് പറഞ്ഞാലും, എത്രത്തോളം മറ്റൊരു മുഖം അണിഞ്ഞ് നിങ്ങളുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുമ്പിലോ നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാനോ ഒന്നിനും സാധിക്കില്ല. കാലമായിട്ട് അവരെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഡ്രീം ചെയ്തിരുന്ന ആ ഒരു ലൈഫ്, നിങ്ങളുടെ ആ ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ആ ഒരു സന്തോഷകരമായ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഒരുപാട് സാഹസികമായ യാത്രകളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോയിരിക്കുന്നത്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഒക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അവർ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒത്തിരി വേദനകളിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ആരും ഒരു കൂട്ടോ കാര്യങ്ങളോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ, ഇപ്പൊ നിങ്ങൾ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി വേദനിച്ച് മുന്നോട്ടേക്ക് പോയവരാണ്. എന്നെങ്കിലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ഡെപ്തും എല്ലാം ഇവർ തിരിച്ചറിയും എന്ന് കരുതിയിട്ട് ആ പേഷ്യൻസോട് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു വേദനകൾക്കും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ശക്തിക്കും, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും അത്രയും ഒരു ബലത്തോടെ അത്രയും ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് കാണിക്കുന്നത്.
അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾക്കെല്ലാം ഇവിടെ ഫലം വരാനായിട്ട് പോവുകയാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് വരാനായിട്ട് പോവുകയാണ്. ഒരു രീതിക്കുള്ള കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സത്യമായ രീതിയിൽ തന്നെയാണ് ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടി ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് തരാൻ. വി ആർ ദ വേൾഡ് എന്നുള്ള രീതിക്ക് ചിന്തിച്ചാണ് അവർ എത്തുന്നത്. ഇതുവരെ അവർ ചിന്തിച്ചിരുന്നത് അവരുടെ ലോകത്തിൽ അവർ മാത്രം, നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ മാത്രം എന്നുള്ള രീതിക്കാണെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ലോകം. ആ ഒരു ടോട്ടാലിറ്റി എന്താന്നുള്ളത്, ആ ഒരു ഒരുമിച്ച് ചേരുമ്പോഴുള്ള സന്തോഷം എന്താന്നുള്ളത് മാറി നിന്നപ്പോഴേക്കുമാണ് ഇവർക്ക് തിരിച്ചറിയുന്നത്. ഒരുതരം ഐസൊലേഷൻ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ഇനി ഒരു രീതിക്കും ചതി ചെയ്യാനായിട്ട് ഇവർ തയ്യാറല്ല. നിങ്ങളെ ചതിക്കാൻ ഇവർക്ക് ഇനി മനസ്സുകൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ആ ഒരു രീതിയിലേക്ക് ഇവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് യൂണിവേഴ്സ് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്താനായിട്ട് പോകുന്ന എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അത്രത്തോളം മാറ്റങ്ങളിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ. കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന വ്യക്തികളെന്നല്ല പറഞ്ഞത്, അവർ ആ ഒരു മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്ന ആ നിമിഷം ഇവർ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ, അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് എത്തിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല പ്രാർത്ഥനകളിലൂടെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആയിരിക്കും ഈ റീഡിംഗ്. കാരണം ഇവിടെ മാനിഫെസ്റ്റേഷൻ എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഏകാഗ്രതയും വിശ്വാസവും നിങ്ങൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. മുന്നോട്ട് അങ്ങനെ തന്നെ പോവുക. ഒരു നിരാശയിലേക്ക് മനസ്സ് പോകാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസ് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എം എന്നൊരു ലെറ്റർ, എച്ച് എന്നൊരു ലെറ്റർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, 1982, 19, ആർ എന്നൊരു ലെറ്റർ, രോഹിണി, 38, കാലിക്കറ്റ്, മകം നക്ഷത്രം, 36, വയനാട്, അക്വേറിയസ്, 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, കാസർഗോഡ്, പൈസസ് വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ, ഏരീസ് വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എസ് എന്നൊരു ലെറ്റർ, 28, ചിത്തിര നക്ഷത്രം, ആർ എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്, മാർച്ച് മന്ത്, കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, അവിട്ടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, കൊല്ലം എഗെയിൻ വന്നിട്ടുണ്ട്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എൻ എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ലൂസ് മാത്രമല്ല, ക്ലൂസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതിൽ വരുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ലൈഫും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്, നല്ലൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കുക തന്നെ ചെയ്യണം. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.